ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മുടെ ഫാഷൻ ലോകത്തെ ട്രെൻഡുകൾ പോലെ, നമ്മുടെ മോഡേൺ ടെക്നോളജി പോലെ അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. നമ്മുടെ പഴമക്കാരെ സൈഡിലാക്കിക്കൊണ്ട് ന്യൂ ജനറേഷൻ പിള്ളേരുടെ ഒരു എൻട്രി ഉണ്ടായതുപോലെ തന്നെ ഇംഗ്ലീഷും ഇത്തരത്തിലൊരു ന്യൂജന്മാരുടെ ഒരു മാസ് എൻട്രി ഉണ്ടായിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് കുറച്ച് ന്യൂജൻ വേർഡ്സ് ആണ്. സോ ന്യൂജൻ ഇംഗ്ലീഷ് വേർഡ്സ് എന്ന് പറയുമ്പോൾ അതൊരു കാഷ്വൽ വേർഡ്സ് അല്ലേ, അല്ലെങ്കിൽ ഒരു സ്ലാങ് വേർഡ്സ് അല്ലേ എന്നൊന്നും വിചാരിച്ച് നിങ്ങൾ ഒഴിവാക്കേണ്ട കാര്യമില്ല. കാരണം അത്രയ്ക്ക് കോമൺ ആയിട്ട് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സിറ്റുവേഷനിൽ ഇന്ന് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. സോ നിങ്ങളൊട്ടും പിറകിലായി പോകരുത്. ഓൾറെഡി നിങ്ങൾക്ക് ഇത് ചിലപ്പോൾ അറിയായിരിക്കാം, നമ്മൾ ഓൺലൈനിലും ചാറ്റിങ്ങിലും ഒക്കെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന സംഭവം തന്നെയാണ്. ഇന്ന് വളരെ കോമൺ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ സിറ്റുവേഷനിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. സോ നിങ്ങളിത് തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക, നോട്ട് ഡൗൺ ചെയ്യുക. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ചെയ്യേണ്ട സാഹചര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഉപയോഗിക്കുക. സോ പ്ലീസ് കണ്ടിന്യൂ വാച്ചിങ് ദിസ് വീഡിയോ. So the first word that I'm going to introduce you is Kudos. So what do you mean by Kudos? എന്താണ് Kudos എന്ന വാക്കിനർത്ഥം? Kudos എന്ന് പറഞ്ഞാൽ റെസ്പെക്റ്റ് എന്നാണ്. റെസ്പെക്റ്റ് ചെയ്യുക. വളരെ കോമൺ ആയിട്ട് ഇന്ന് കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് Kudos എന്ന് പറയുന്നത്. ഐ റെസ്പെക്റ്റ് യു എന്നതിന് പകരം സിംപ്ലി യു ക്യാൻ സേ Kudos to you. Kudos to you for getting that job. ഇങ്ങനെ നിങ്ങൾക്ക് റെസ്പെക്റ്റ് എന്ന് പറയാൻ പറ്റുന്ന സാഹചര്യങ്ങളിലൊക്കെ ഈ Kudos എന്ന വേർഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. സോ നെക്സ്റ്റ് ടൈം ആരെങ്കിലും Kudos to you man എന്ന് നിങ്ങളോട് പറയുകയാണെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഇങ്ങനെ ഒരു മിഴിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. Kudos means respect. So the second word that I'm gonna introduce you is God. വളരെ രസകരമായ ഒരു വേർഡാണിത്. എന്തിനാണ് ഒരു ആട്ടിൻകുട്ടി അല്ലെങ്കിൽ ആടിനെ നമുക്ക് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമെന്ന് ചിലരെങ്കിലും ചിന്തിച്ച് കാണും. പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആടല്ല ഈ ഒരു ആട്. ദിസ് ആഡ് ഈസ് ടോട്ടലി ഡിഫറെൻറ്റ്. ന്യൂജൻ ഇംഗ്ലീഷിലെ ആട് അത് വേറെയാണ്. ചിലപ്പോൾ ഫുട്ബോൾ ഫാൻസിന് ഇത് ഓൾറെഡി കലങ്ങി കാണും, ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും. മറ്റുള്ളവർക്കും അറിഞ്ഞു കാണും. ഞാൻ ഫുട്ബോൾ ഫാൻസ് എന്ന് എടുത്തു പറയാൻ കാരണം നമുക്ക് മെസ്സിയുടെയും ക്രിസ്ത്യാനോയുടെയും ഫാൻസ് വളരെ കോമൺ ആയിട്ട് അവരുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ അപ്ലോഡ് ചെയ്ത് അതിന് താഴെ ഇത്തരത്തിലുള്ള ഒരു ഗോട്ട് എന്ന ഹാഷ്ടാഗിൽ ടെക്സ്റ്റ് ഇട്ട് അല്ലെങ്കിൽ ഒരു ആടിൻ്റെ ഇമോജിയൊക്കെ വെച്ചിട്ട് അവരുടെ ആരാധന പാത്രത്തെ ഇങ്ങനെ ഒരു ആരാധിക്കുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് പലപ്പോഴും കാണാറുണ്ട്. സോ എന്താണ് ഈ ഒരു ഗോട്ട് എന്ന ഒരു ടേമിൻ്റെ അർത്ഥം? ഗോട്ട് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. GOAT എന്ന ഒരു സ്പെല്ലിംഗ് ബേസ്ഡ് ആണ് ഇത്. എക്കാലത്തെയും മികച്ച ആൾ എന്നാണ് ഈ ഒരു ഗോട്ട് എന്ന ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നെക്സ്റ്റ് ടൈം ആരെങ്കിലും നിങ്ങളോട് ഗോട്ട് എന്ന ഒരു ടേമിനെ പറ്റിയിട്ട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ മികച്ചു നിൽക്കേണ്ട ആവശ്യമില്ല. ഗോട്ട് മീൻസ് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. ഫോർ എക്സാമ്പിൾ, മഹാത്മാഗാന്ധിജി ഈസ് ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറയുന്നതിന് പകരം നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ന്യൂജൻ ഇംഗ്ലീഷിൽ പറയാം, മഹാത്മാഗാന്ധി ഈസ് ദി ഗോട്ട്. അടുത്ത വേർഡാണ് സ്വാഗ്. നമുക്ക് ഇൻ്റർനെറ്റിലും വെർച്വൽ വേൾഡിലൊക്കെ വളരെ സജീവമായിട്ട് കാണാൻ പറ്റുന്ന ഒരു വേർഡാണ് സ്വാഗ്. പക്ഷേ ഇന്നത് റിയൽ ലൈഫ് സിറ്റുവേഷനിൽ ഒരു സ്മോൾ കാഷ്വൽ ടോക്കിൽ വരെ എത്തി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ദാറ്റ് മീൻസ് വി ഹാവ് ടു ലേൺ ദാറ്റ്. എന്താണ് സ്വാഗ് എന്നതിൻ്റെ അർത്ഥം? ഇംഗ്ലീഷിൻ്റെ ഒരു പൊതു സ്വഭാവം അനുസരിച്ച് ഈ ഒരു വേർഡിനും ചിലപ്പോൾ അർത്ഥം മാറാറുണ്ടെങ്കിലും വളരെ കോമൺ ആയിട്ടുള്ള ഒരു അർത്ഥമാണ് സെൽഫ് കോൺഫിഡൻസ്. അതല്ലെങ്കിൽ മറ്റുള്ളവർ തങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുമെന്നോ എന്നതിനെക്കുറിച്ച് ബോധർഡ് ആവാത്ത ഒരു ആറ്റിറ്റ്യൂഡ്. ഇത്തരത്തിലുള്ളവരൊക്കെ സ്വാഗ് എന്ന് പറയാറുണ്ട്. നിങ്ങൾക്ക് വളരെ നല്ല കോൺഫിഡൻസ് ഉള്ള വളരെ ഒരു യുണീക്കായ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു വ്യക്തിയെ കാണുമ്പോൾ ഓ മാൻ ലുക്ക് അറ്റ് ദാറ്റ് ഗൈസ് കോൺഫിഡൻസ് ആൻഡ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നതിന് പകരം നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറയാം ഓ മൈ ഗോഡ് ദാറ്റ് ഗൈ ഈസ് സ്വാഗ്. ഇങ്ങനെ നിങ്ങൾക്ക് വളരെ കോമൺ ആയിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷനിലും നിങ്ങൾ ടെക്സ്റ്റ് മെസ്സേജിങ്ങിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് സ്വാഗ് എന്ന് പറയുന്നത്. സോ പ്ലീസ് കീപ് യൂസിങ് ദാറ്റ് വേർഡ്. അടുത്ത വേർഡാണ് സാവേജ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇംഗ്ലീഷ് അനുദിനം മാറിക്കൊണ്ടിരിക്കുകയാണെന്ന്. അതിനുള്ള ഒരു കിടലൻ ഉദാഹരണമാണ് ഈ ഒരു വേർഡ്. കാരണം കുറച്ച് വർഷം മുമ്പ് വരെ സാവേജ് എന്ന വേർഡിൻ്റെ അർത്ഥം വളരെ മോശമായിരുന്നു. സംസ്കാരശൂന്യൻ, അതല്ലെങ്കിൽ കൺട്രി ഫെലോ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത്തരത്തിലുള്ള ഒരു അർത്ഥമായിരുന്നു സാവേജിനുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് കഥ മാറി. ഈ ഒരു 2019 എത്തി നിൽക്കുമ്പോൾ സാവേജ് പുത്തൻ ഗെറ്റപ്പിൽ വരുമ്പോൾ വളരെ വൈബ്രൻ്റായ ഒരു അർത്ഥമാണുള്ളത്. വളരെ കൂളായ ഒരു ക്യാരക്ടർ, മറ്റുള്ളവരെ രസിപ്പിക്കുന്ന രസികനായ
അതല്ലെങ്കിൽ മറ്റുള്ളവരെ ഒരു തമാശയ്ക്ക് വേണ്ടി കബളിപ്പിച്ച് അതിൽ ആനന്ദം കണ്ടെത്തുന്ന വ്യക്തികളെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ക്യാരക്ടർ, അത്തരത്തിലുള്ള ആളുകളെയൊക്കെ സാവേജ് എന്നാണ് ഇന്ന് പറയുന്നത്. ഇൻഫോർമൽ കാഷ്വൽ ടോക്കിലൊക്കെ വളരെ ധൈര്യശാലിയായ വ്യക്തികളെ, അത്തരത്തിലുള്ള പ്രവൃത്തികളെ ഒക്കെ സാവേജ് എന്ന് ഇന്ന് വിളിക്കാറുണ്ട്. സോ നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു സിറ്റുവേഷനോ അത്തരത്തിലുള്ള ഒരു വ്യക്തികളൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം സാവേജ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്യാം സാവേജ്, യു ആർ സാവേജ്, ഇങ്ങനെയൊക്കെ പറയാം. അതല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും സാവേജ് എന്ന് വിളിക്കുകയാണെങ്കിൽ ഇതെന്തിനാണ് എന്നെ ഇങ്ങനെ സംസ്കാര ശൂന്യൻ എന്ന് വിളിക്കുന്നതെന്ന് ചിന്തിക്കാതെ യു ഹാവ് ടു റീതിങ്ക് അബൌട്ട് ഇറ്റ്. മേ ബി ദാറ്റ് കുഡ് ബി എ കോംപ്ലിമെൻറ്റ്. ചിലപ്പോൾ അതൊരു പ്രശംസയായിരിക്കും. അതല്ലാതെ ഡിക്ഷണറിയിലെ അർത്ഥം ഇതാണല്ലോ, പിന്നെന്താണ് ഇങ്ങനെ വന്നത്, ഇങ്ങനെയൊക്കെ ചിന്തിച്ച് തലപുണ്ണാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഡിക്ഷണറി പോലെ തന്നെ നിങ്ങളൊരു മൂലയ്ക്കായി പോകും. സോ ബി അപ് ടു ഡേറ്റ്. നെക്സ്റ്റ് വേർഡ് ഈസ് ഗട്ട് ഫീലിംഗ്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷനിലും ഇംഗ്ലീഷ് ചാറ്റിങ്ങിലും ഒക്കെ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ ഹെൽപ്ഫുള്ളായൊരു വേർഡാണ് ഗട്ട് ഫീലിംഗ്. സോ വാട്ട് ഡു യു മീൻ ബൈ ദിസ് ഗട്ട് ഫീലിംഗ്? ഗട്ട് ഫീലിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് യുക്തിപരമായൊന്നും ചിന്തിക്കാതെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യമാണ്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് തോന്നുകയാണ് ആ ഒരു കാര്യം, ആ ഒരു സെർട്ടൈനായ ഒരു കാര്യം നടക്കില്ല എന്ന്. നിങ്ങൾക്ക് അതിൻ്റെ കാരണമൊന്നും അറിയില്ല, നിങ്ങൾക്ക് തോന്നുന്നു അത് നടക്കില്ല എന്ന്. സോ യു ക്യാൻ സേ ഐ ഹാവ് എ ഗട്ട് ഫീലിംഗ് ദാറ്റ് ഇറ്റ് വോണ്ട് ഹാപ്പൻ. വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഉദാഹരണത്തിന് നിങ്ങളും നിങ്ങളുടെ ഒരു ഫ്രണ്ടും ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ പിറകിലുള്ള ഫ്രണ്ട് നിങ്ങളോട് പറയുകയാണ്, എടാ എനിക്ക് തോന്നുന്നു പോലീസ് നമ്മളെ പിടിക്കുമെന്ന്. ഇവിടെ അവന് പ്രത്യേകിച്ച് ഒരു കാരണമൊന്നും അറിയില്ല, അങ്ങനെ തോന്നുന്നു. സോ ഹി ക്യാൻ സേ ഐ ഹാവ് എ ഗട്ട് ഫീലിംഗ് ദാറ്റ് പോലീസ് മൈറ്റ് ക്യാച്ചസ്. വേറെ ഒരു ഉദാഹരണം നോക്കാം. നിങ്ങളോട് നിങ്ങളുടെ ഫ്രണ്ട് പറഞ്ഞ ഒരു സെർട്ടൈനായ ഒരു കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ അത് ശരിയാണെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് നിങ്ങൾക്കൊരു കാരണമൊന്നും അറിയില്ല, അത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു, അത്രമാത്രം. സോ യു ക്യാൻ സേ ഐ ഹാവ് എ ഗട്ട് ഫീലിംഗ് ദാറ്റ് ഹി വാസ് റൈറ്റ്. ഇവിടെ ഗട്ട് ഫീലിംഗ് നിങ്ങൾക്ക് പ്രധാനമായും വരാനുള്ള ഒരു കൺഫ്യൂഷൻ, ഐ ഹാവ് എ ഗട്ട് ഫീലിംഗ് ദാറ്റ് ഹി വാസ് റൈറ്റ് എന്ന് പറയുന്നതിന് പകരം ഐ തിങ്ക് ഹി വാസ് റൈറ്റ് എന്ന് പറഞ്ഞൂടെ എന്ന് ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും. ശരിയാണ്, രണ്ടിൻ്റെയും അർത്ഥം ഒന്ന് തന്നെയാണ്. എനിക്ക് തോന്നുന്നു അവൻ പറഞ്ഞത് ശരിയാണെന്ന്. ഐ തിങ്ക് ഹി വാസ് റൈറ്റ് ആൻഡ് ഐ ഹാവ് എ ഗട്ട് ഫീലിംഗ് ദാറ്റ് ഹി വാസ് റൈറ്റ്. രണ്ടിനും അർത്ഥം സെയിം ആണ്. സോ ഐ തിങ്ക് ഹി വാസ് റൈറ്റ് എന്ന് പറഞ്ഞൂടെ എന്ന് ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവാം. ബട്ട് വാട്ട് ഐ ഹാവ് ടു സേ ഈസ് വാട്ട് യു തിങ്ക് ആൻഡ് വാട്ട് യുവർ ഗട്ട് ഫീലിംഗ് ഈസ് ടോട്ടലി ഡിഫറെൻറ്റ്. ഇവിടെ ഞാൻ ഗട്ട് ഫീലിംഗും ഒരു നോർമൽ തോട്ടും നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് കാണിച്ചു തരാം. ഞാൻ നിങ്ങൾക്ക് 2 സിനിമ ക്ലിപ്പുകൾ കാണിക്കാം, നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കുക. അതല്ല, എന്നെ കൊണ്ട് ആടിനെ ഇറക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ പിങ്കിനെ കാട്ടിൽ വിട്ടിട്ട് പോരാതിരിക്കാനാ ഞാനങ്ങനെ പറഞ്ഞത്. എന്റെ ഉമ്മയാണ് ഒരു കോഴിക്കുഞ്ഞിനെ പോലും ഞാൻ അറന്നിട്ടില്ല. സോ ആദ്യത്തെ ക്ലിപ്പിൽ അബു പറയുകയാണ്, ഷാജി ഏട്ടാ എനിക്ക് ഈ ഒരു ആടിനെ അറുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന്. ഇതൊരു ഗട്ട് ഫീലിംഗ് ആണോ ഒരു തോട്ടാണോ? തീർച്ചയായിട്ടും ഇതൊരു തോട്ടാണ്, ഗട്ട് ഫീലിംഗ് അല്ല. കാരണം ഇവിടെ അബു കൃത്യമായിട്ട് യുക്തിപരമായിട്ട് ചിന്തിച്ചിട്ടാണ് പറയുന്നത് എനിക്കിത് അറുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന്. കാരണം അതിന് ശേഷം പറയുന്നുണ്ട് ഞാൻ ഇതുവരെ ഒരു കോഴിക്കുഞ്ഞിനെ പോലും അറുത്തിട്ടില്ല, അതുകൊണ്ട് എനിക്കിത് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു യുക്തിപരമായിട്ട് ചിന്തിച്ചിട്ടാണ് അബു ആൻസർ പറയുന്നത്. സോ ഗട്ട് ഫീലിംഗ് ആണെങ്കിൽ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ആൻസറാണ്, ചിന്തിച്ചിട്ടൊന്നും പറയുന്ന സംഭവമല്ല. സോ ഇതൊരു തോട്ടാണ്. വേഗം ഒഴിക്കടാ, ഒഴിക്കല്ലേ, ധൃതി പിടിക്കല്ലേ. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. കമ്മിങ് ടു ദി സെക്കൻഡ് ക്ലിപ്പ്, ഇവിടെ രമണൻ പറയുന്നുണ്ട് എവിടെയോ എന്തൊക്കെയോ ഒരു തകരാറ് പോലെ. ഇവിടെ പറയുന്ന ആ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, അതൊരു ഗട്ട് ഫീലിംഗ് ആണ്, രമണൻ്റെ ഒരു ഗട്ട് ഫീലിംഗ് ആണത്. കാരണം ഇവിടെ രമണൻ അത് തൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം ഇങ്ങനെ തുറന്ന് പറയുന്നതാണ്. ഒരു യുക്തിപരമായിട്ട് ചിന്തിച്ചിട്ട് പറഞ്ഞ ഒരു കാര്യമൊന്നുമല്ല. രമണന് തോന്നുന്നു എവിടെയോ എന്തൊക്കെയോ ഒരു തകരാറ് ഉണ്ടെന്ന്. വ്യക്തമായിട്ട് ചിന്തിക്കുക പോലുമില്ല. കാരണം മദ്യലഹരിയിലാണ് തൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം രമണൻ ഇങ്ങനെ പറയുകയാണ്, എവിടെയോ എന്തൊക്കെയോ ഒരു തകരാറ് പോലെ. ഇനി രമണനോട് എന്താണ് അങ്ങനെ ഒരു തകരാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ രമണന് പറഞ്ഞു തരാൻ പറ്റിയെന്ന് വരില്ല. കാരണം രമണൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം മാത്രമാണ് രമണൻ പറഞ്ഞത്. സോ ദാറ്റ് ഈസ് ഗട്ട് ഫീലിംഗ്. സോ ഇപ്പോൾ നിങ്ങൾക്ക് ഗട്ട് ഫീലിങ്ങും നോർമൽ തോട്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ് എന്ന് പിടികിട്ടി കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. ന്യൂജൻ ഇംഗ്ലീഷിൽ വളരെ കോമൺ ആയ വളരെ പോപ്പുലറായ 2 വേർഡാണ് ലിറ്റ് ആൻഡ് സിക്ക്.
ഡിക്ഷണറിയിൽ ഇതിൻ്റെ അർത്ഥം വേറെയായിരിക്കും. പക്ഷേ കോമൺ റിയൽ ലൈഫ് സിറ്റുവേഷനിൽ ഇതിൻ്റെ അർത്ഥം വളരെ നല്ല ഒരു കൂളായ, ഒരു അമേസിങ് ആയ, അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഓർഡിനറി ആയ ഒരു സംഭവത്തെ അല്ലെങ്കിൽ ഒരു വ്യക്തിയൊക്കെ പറയുന്ന ഒരു രീതിയാണ്. ഉദാഹരണത്തിന്, താങ്കൾ എക്സ്ട്രാ ഓർഡിനറിയാണ്, താങ്കൾ വളരെ ബ്രില്യൻ്റാണ്, ഇങ്ങനെയൊക്കെ പറയുന്നതിന് പകരം മാൻ യു ആർ ലിറ്റ്, അല്ലെങ്കിൽ അവൻ ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി കഴിവുള്ള ആളാണ്, ഇങ്ങനെ പറയുന്നതിന് പകരം മാൻ ദാറ്റ് ഗായ് ഈസ് സിക്ക്. ഇങ്ങനെ വളരെ ഒരു ആശ്ചര്യത്തോടു കൂടി നമ്മൾ പറയുന്ന സംഭവങ്ങളെ സിക്ക് എന്നും അല്ലെങ്കിൽ ലിറ്റ് എന്നൊക്കെ പറയാം. അവസാനമായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നൊരു വേർഡാണ് പിസ്ഡ് ഓഫ്. ഈ ഒരു വേർഡ് നിങ്ങൾക്ക് ചിലപ്പോൾ പരിചയം ഉണ്ടാകാം. കുറച്ച് കാലമായിട്ട് ഇംഗ്ലീഷിൽ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഈ ഒരു വേർഡ്. ഇതൊരു ന്യൂജൻ വേർഡ് കൂടിയാണ്. പിസ്ഡ് ഓഫ് എന്നതിൻ്റെ അർത്ഥം നമ്മളൊരു ലജ്ജയോടുള്ള ഒരു സിറ്റുവേഷൻ, നമ്മൾ ഒരു അലോസരമായ, ഒരു അസഹ്യമായ, അല്ലെങ്കിൽ ഒരു വെറുത്തു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ലേ, ആകെ ലജ്ജിച്ച് മുഖം താഴ്ത്തുന്ന തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ, അതാണ് പിസ്ഡ് ഓഫ്. ആരെങ്കിലും നമ്മളെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ നമ്മൾ പിസ്ഡ് ഓഫ് ആകുന്നു, അതല്ലെങ്കിൽ ആരെങ്കിലും ഞങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ പിസ്ഡ് ഓഫ് ആകുന്നു. സോ ലെറ്റ്സ് ബ്രിങ് സം എക്സാമ്പിൾ ഫോർ പിസ്ഡ് ഓഫ്. ഉദാഹരണത്തിന്, നിങ്ങളുടെ മാനേജർ നിങ്ങളുടെ ഫെലോ വർക്കേഴ്സിൻ്റെ മുന്നിൽ വെച്ചിട്ട് നിങ്ങളെ ശരിക്ക് ശകാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, ആ ഒരു ചമ്മിയ, ആ ഒരു അലോസരം ഉണ്ടാക്കുന്ന ആ ഒരു ഫീൽ, അത് തന്നെയാണ് പിസ്ഡ് ഓഫ്. സോ യു ക്യാൻ സേ ഐ വാസ് റിയലി പിസ്ഡ് ഓഫ് വെൻ മൈ മാനേജർ ക്വസ്റ്റ്യൻഡ് മീ ഇൻ ഫ്രണ്ട് ഓഫ് മൈ കൊളീഗ്സ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ്സിൽ ഏറ്റവും കുറഞ്ഞ ഗ്രേഡ് കിട്ടുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന ആ ഒരു ഫീൽ, അത് തന്നെയാണ് പിസ്ഡ് ഓഫ്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് പറയാം, ഐ വാസ് റിയലി പിസ്ഡ് ഓഫ് വെൻ ഐ വാസ് ഗിവൺ ദി ലോവസ്റ്റ് ഗ്രേഡ് ഇൻ മൈ ക്ലാസ്. ഇത്തരത്തിലുള്ള ആ ഒരു ചമ്മിയ, ഒരു അലോസരം ഉണ്ടാക്കുന്ന ആ ഒരു ഫീലാണ് പിസ്ഡ് ഓഫ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് വീഡിയോ. ഇന്നത്തെ മോഡേൺ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷനിൽ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് ന്യൂജൻ ഇംഗ്ലീഷ് വേർഡ്സാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വേർഡ്സ് നിങ്ങളുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷനിലും ഇംഗ്ലീഷ് ചാറ്റിങ്ങിലും ഒക്കെ പ്രാക്ടീസ് ചെയ്യുക. കാരണം ആസ് എൻ ഇംഗ്ലീഷ് ലേണർ മാറ്റത്തിനനുസരിച്ച് സ്വയം മാറുക എന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ്. സോ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് സീ യു നെക്സ്റ്റ് ടൈം. ഹാവ് എ നൈസ് ഡേ.